ഇൻഫിക്സ് ടു പോസ്റ്റ്ഫിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സാധാരണ എഴുതുന്ന A+B എന്നുള്ളത് ഇൻഫിക്സ് ഫോമാറ്റിലുള്ളതാണ്. ഇനി അതിനെ പോസ്റ്റ്ഫിക്സിലേക്ക് ആക്കണമെങ്കിൽ ജസ്റ്റ് ഈ ആൽഫബറ്റ്സ്, അതായത് ഓപ്പറാൻസിനെ ഫസ്റ്റ് എഴുതുക, AB+ എന്ന് പറഞ്ഞ് എഴുതും. അതുപോലെ തന്നെ B/C എന്നാണ് നമുക്ക് ക്വസ്റ്റ്യൻ വരുന്നതെങ്കിൽ അതിൻ്റെ പോസ്റ്റ്ഫിക്സ് ഫോമാറ്റ് എന്നുള്ളത് BC എന്നായിരിക്കും. ഇതുപോലെ 2-3 ഒക്കെ ഉള്ളെങ്കിൽ നമുക്ക് എളുപ്പം തന്നെ എഴുതാവുന്നതാണ്. ഇനിയല്ല ഇതിൽ കുറച്ചുകൂടെ വലിയ ഇക്വേഷൻസ് ആണ് വരുന്നതെങ്കിൽ ഇപ്പോൾ കുറച്ചൊരു മീഡിയം ആയിട്ടുള്ള A+B × F/B എന്ന് പറഞ്ഞ് നമ്മൾ എഴുതുവാണ്. ഇതിനെ പോസ്റ്റ്ഫിക്സ് ഫോമാറ്റിലേക്ക് മാറ്റണമെങ്കിൽ ഇതിലെന്ത് ചെയ്യുന്നത് വെച്ചാൽ ഓപ്പറാൻസ്, അതായത് ഈ നമ്പേഴ്സിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നതിനേക്കാൾ ഔട്ട്പുട്ട് എന്ന് പറഞ്ഞിട്ട് മാറ്റി വയ്ക്കുകയും അതുപോലെ തന്നെ ഈ ഓപ്പറേറ്റേഴ്സ് പ്ലസ് മൈനസ് പോലുള്ള സംഭവങ്ങളെയൊക്കെ സ്റ്റാക്ക് എന്ന് പറഞ്ഞിട്ട് ഇട്ട് വയ്ക്കുകയും ചെയ്യും. ഇതിനെ എങ്ങനെ ചെയ്യണമെന്ന് വെച്ചാൽ ഇപ്പോൾ ഫസ്റ്റ് വരുന്നത് A നമ്പറിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്, A നമ്മൾ ഔട്ട്പുട്ടിലേക്ക് എഴുതുന്നു. രണ്ടാമത് വരുന്നത് പ്ലസ്, ഈ പ്ലസ്സിനെ സ്റ്റാക്കിലേക്ക് ഇടും. ഇനി പിന്നെ വരുന്നത് ബീനെ എഴുതി. പിന്നെ വരുന്നത് മൾട്ടിപ്ലിക്കേഷനും ഇട്ടു. ഇനി ഇങ്ങനെ ഈ സ്റ്റാക്കിലേക്ക് ഇടുന്നതിന് ആക്ച്വലി ഒരു ഓർഡർ ഉണ്ട്. അതായത് ഇപ്പോൾ പ്രസിഡൻസിനെ ബേസ് ചെയ്തിട്ടാണ് സ്റ്റാക്കിലേക്ക് ഇടുന്നത്. എന്ന് വെച്ചാൽ ഇപ്പോൾ മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ ഇതൊക്കെ ഹൈ പ്രസിഡൻസും പ്ലസ് മൈനസ് എന്നൊക്കെ ഉള്ളത് ലോ പ്രസിഡൻസ് ആണ്. അതൊരു ഇമ്പോർട്ടൻസ് കൂടുതലാണെന്ന് വിചാരിച്ചാൽ മതി. അതായത് ഇപ്പോൾ ഏറ്റവും ടോപ്പിൽ ഹൈ പ്രസിഡൻസ് അല്ലെങ്കിൽ ഹൈ ഇമ്പോർട്ടൻസ് ഉള്ളതിന് മാത്രമേ ഇരിക്കാൻ പറ്റുള്ളൂ. അതായത് ഈ ഒരു മൾട്ടിപ്ലിക്കേഷൻ്റെ മേലെ പ്ലസ്സിന് വരാൻ പറ്റില്ല. അത് എക്സാമ്പിൾ ചെയ്യുമ്പോൾ ഒന്നുകൂടെ മനസ്സിലാവും. അതിപ്പോൾ നമ്മൾ Aയും Bയും എഴുതി, അതിൻ്റെ പ്ലസ്സിനെ ഇങ്ങോട്ട് വെച്ചു, രണ്ടാമത് മൾട്ടിപ്ലിക്കേഷൻ എടുത്തു, മൾട്ടിപ്ലിക്കേഷന് സ്റ്റാക്കിലേക്കും വെച്ചു. അടുത്ത് വരുന്നതാണ് എഫിനെയും ഔട്ട്പുട്ടിലേക്ക് എഴുതുന്നു. ഇനി ഈ ഡിവിഷനെ സ്റ്റാക്കിലേക്ക് ഇടാൻ നോക്കുമ്പോൾ ഡിവിഷനും മൾട്ടിപ്ലിക്കേഷനും ഒരേ ലെവലിലുള്ള ആൾക്കാരാണ്, അവർ ഒരുമിച്ചിരിക്കില്ല എന്ന് വിചാരിക്കാം. അപ്പം നമ്മൾ എന്താണെന്ന് വെച്ചാൽ ഈ മൾട്ടിപ്ലിക്കേഷനെ പോപ്പ് ചെയ്യും, അതായത് അതിനടുത്ത് പുറത്തിടും. മൾട്ടിപ്ലിക്കേഷനെ എഫിന് ശേഷം എഴുതുന്നു. അത് കഴിഞ്ഞിട്ട് അടുത്തതായിട്ട് ഈ ഡിവിഷനെ നമ്മൾ അതിനകത്തേക്ക് വെക്കുന്നു. ഇതെന്തിന് അടുത്തതായിട്ട് വരുന്നത് ബീനെയും കൂടെ എഴുതുന്നു. അതിനുശേഷം ഇപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ തീർന്ന സ്ഥിതിക്ക് ഇനി സ്റ്റാക്കിൽ എന്തൊക്കെയുണ്ടോ അതിനെയെല്ലാം ഔട്ട്പുട്ടിൻ്റെ കൂടെ മാർക്ക് ചെയ്യാവുന്നതാണ്. ഈ ഓർഡറിൽ ഒരെണ്ണത്തിനെടുത്തു, അടുത്തതിനെ എടുത്തു, അങ്ങനെ ഒരു ഓർഡറിൽ ഔട്ട്പുട്ടിലേക്ക് മാർക്ക് ചെയ്യാം. അതായത് നമുക്കിവിടെ കിട്ടിയതിൽ A+B എന്ന് എഴുതിയതിൽ ഇപ്പോൾ A+B × F/B എന്ന് എഴുതിയതിൽ നമ്മൾ എങ്ങനെ എടുത്തത് AB. ഇതൊന്ന് ഫാസ്റ്റ് ആയി കഴിഞ്ഞാൽ ഈ സ്റ്റാക്ക് ഇല്ലാണ്ട് തന്നെ നമുക്ക് ചെയ്യാവുന്നതുള്ളൂ. AB എഴുതി, പ്ലസ്സിന് അതിനകത്തായിട്ട് കിട്ടും. പിന്നെ അത് കഴിഞ്ഞിട്ട് മൾട്ടിപ്ലിക്കേഷൻ വന്നു, മൾട്ടിപ്ലിക്കേഷനെ സ്റ്റാക്കിലോട്ടിട്ടു, എഫ് വന്നു. ഡിവിഷൻ ഇടാൻ നോക്കിയപ്പോൾ മൾട്ടിപ്ലിക്കേഷനും ഡിവിഷനും ഒരേ ലെവലായതുകൊണ്ട് മൾട്ടിപ്ലിക്കേഷൻ ആദ്യം എടുത്ത് മാറ്റുന്നു. പിന്നെ അതിനുശേഷം ഡിവിഷനിന് ഇട്ടു. പിന്നെ അത് കഴിഞ്ഞിട്ട് B വന്നു. ക്വസ്റ്റ്യൻ തീർന്ന സ്ഥിതിക്ക് ഇനി നമ്മൾ ബാക്കി എന്തൊക്കെയുണ്ടോ അതിനെ ആ ഒരു ഓർഡറിൽ തന്നെ എടുത്തെഴുതുന്നു. ഇത്രയേ ഉള്ളൂ ഇൻഫിക്സ് ടു പോസ്റ്റ്ഫിക്സ്. ഇനി ഈ ഒരു പ്രസിഡൻസിൽ തന്നെ കുറച്ചും കൂടെ കൂടുതലായിട്ട്, അതായത് ഈ മൾട്ടിപ്ലിക്കേഷനും ഡിവിഷനും മാത്രമല്ല ഉള്ളത്, നമുക്ക് ആദ്യം വരുന്നത് പവർ, അതിനാണ് ഏറ്റവും കൂടുതൽ പ്രസിഡൻസ് ഉള്ളത്. പിന്നെ വരുന്നതാണ് മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ, മോഡുലസ്. സെയിം സ്റ്റെപ്പ് തന്നെ ഉള്ളത്. ഇത്രയും സാധനങ്ങളുണ്ടെന്ന് ജസ്റ്റ് ഓർത്തിരിക്കുക. പ്രസിഡൻസിൻ്റെ ഓർഡർ ഇതാണ് വരുന്നത്. ആദ്യം വരുന്നത് പവർ, പിന്നെ മൾട്ടിപ്ലിക്കേഷനും ഡിവിഷനും മോഡുലസും. ഇവർക്ക് മൂന്നുപേർക്കും ഒരേ ലെവലാണ്. അതിനുശേഷം വരുന്നതാണ് പ്ലസും മൈനസും.